നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഓണനാടുകളിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് നല്ല ദിവസങ്ങളായിട്ട് വരുന്നതെന്ന് ജ്യോതിഷം പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഓണനാളുകൾ എന്ന് പറയുമ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയൊക്കെ ഉണ്ട്. ഞാൻ തൽക്കാലം ഉത്രാടവും തിരുവോണവും മാത്രമാണ് പിടിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ആ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 2026 ഓഗസ്റ്റ് 25 വെളുപ്പിന് 3:06 AM മുതൽ ആഗസ്റ്റ് 27 എന്ന് പറയുമ്പോൾ അവിട്ടമാകുന്നു ഉച്ചയ്ക്ക് 1:35 PM വരെ നമ്മൾ പറയുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 8 രാശിക്കാർക്ക് ഗുണാധിക്യമാണ്. അതായത് പൊതുവെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭാഗ്യം വരുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഉത്രാടവും തിരുവോണവും അവിട്ടത്തിൻ്റെ അന്ന് ഉച്ച വരെ ഉള്ള സമയത്താണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യമാകുന്നത്. 8 രാശിക്കാർക്ക് ഗുണാധിക്യമാണ്. പക്ഷേ അന്ന് വേറൊരു കുഴപ്പമുണ്ട്. പ്രത്യേകിച്ച് 26-ാം തീയതി തിരുവോണ ദിവസം ഒരു കുഴപ്പമുണ്ട്. ഒന്നാമത് രാഹുകാലം വരുന്നത്, ഞാനത് പ്രത്യേകം ഒരു വീഡിയോ ചെയ്തിരുന്നു. രാഹുകാലം വരുന്നത് 2026 ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 12:24 PM മുതൽ ഉച്ചയ്ക്ക് 1:55 PM വരെയാണ് രാഹുകാലം. ഏതാണ്ട് എല്ലാവരും ഊണ് കഴിക്കുന്ന സമയമാണ്. ഓണ സദ്യ കഴിക്കുന്ന സമയത്ത് രാഹുകാലമാണ് സാധാരണ ദിവസം. അപ്പോൾ ഞാനത് ആ ചെറിയ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തൃശ്ശൂർ ബേസ് ചെയ്യാനുള്ള ടൈമാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കലണ്ടറിൽ കാണുന്നത് ബുധനാഴ്ചയാണെന്ന് രാഹുകാലം 12 മണി തൊട്ട് 1 PM വരെ. ഓക്കെ, 1:30 PM വരെ. ഓക്കെ, പക്ഷെ അത് കറക്റ്റല്ല. കറക്റ്റായിട്ടുള്ള രാഹുകാലം അന്നത്തെ ദിവസം തിരുവോണ ദിവസം 26-ാം തീയതി ഉച്ചയ്ക്ക് 12:24 PM മുതൽ 1:55 PM വരെയാണ്. ഓക്കെ, അപ്പോൾ അത് തൃശ്ശൂർ ബേസ്ഡാണ്. പിന്നെ പൊതുവിൽ ഇത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പല ടൈം ചെറിയ വ്യത്യാസങ്ങൾ വരും. 1, 2, 3 മിനിറ്റൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറും. എങ്കിലും സേഫായിട്ടുള്ളൊരു ടൈം ഞാൻ പറയാം. ഒന്നിൽ 26-ാം തീയതി ഉച്ചയ്ക്ക് 12:19 PM മുമ്പ് വിളമ്പുക. പിന്നെ നമ്മൾ ആഹാരം കഴിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 PM ശേഷം വിളമ്പുക. അതാണ് കൂടുതൽ സൗകര്യം. കാര്യം രാഹുകാലത്ത് കഴിച്ചെന്ന് വരുന്നില്ലല്ലോ. എന്തായാലും രാഹുകാലത്തിന് മുമ്പായിട്ട് എന്തായാലും നമ്മൾ വിളമ്പുക, അതല്ലെങ്കിൽ രാഹുകാലത്തിന് ശേഷം. ഓക്കെ, അതുപോലെ തന്നെ ഈ 26 എന്നുള്ള ഡേറ്റ് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഈ 26 ന്യൂമറോളജി അനുസരിച്ച് 8 വരും. അതായത് 6, 2 8 വരും. ഓക്കെ, അപ്പോൾ അന്ന് ഈ പറഞ്ഞ പ്രശ്നമുള്ള ദിവസമാണ്. അത് മാത്രമല്ല 26/8/2026 എന്ന് പറയുമ്പോൾ അന്നത്തെ ന്യൂമറോളജി അനുസരിച്ച് അതിൻ്റെ ഈ എന്താ പറയുക, നമ്മുടെ റൂട്ട് നമ്പർ മൂലസംഖ്യ എന്ന് പറയുന്നത് 8 വരും. ഓക്കെ, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ 8ൻ്റെ പണി എന്നൊക്കെ പൊതുവെ എല്ലാവരും പറയും. പക്ഷേ എൻ്റെ അഭിപ്രായം നേരെ തിരിച്ചാണ്. ശരിയാണ്. ഇപ്പോൾ 26-ാം തീയതി തന്നെ ഉദാഹരണത്തിന് ദിവസം തന്നെ എടുക്കാം. അല്ലെങ്കിൽ 8-ാം തീയതി, ഓക്കെ, അല്ലെങ്കിൽ 17-ാം തീയതിയൊക്കെ ഈ 8ൻ്റെ ഒരു കളി വരും. അപ്പോൾ പൊതുവെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 64 വയസ്സുകൊണ്ട് എനിക്ക് ഈ അതിൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഈ 8 വരുന്ന ദിവസം ഉച്ചയ്ക്കൊരു 3 മണി വരെയെങ്കിലും പൊതുവെ
മോശപ്പെട്ട അനുഭവങ്ങളായിരിക്കും എല്ലാവർക്കും വരുന്നത്. അതേസമയം 3 മണിക്ക് ശേഷം കാര്യങ്ങൾ തിരിഞ്ഞു പറയും. അതാണ് 8ൻ്റെ പ്രത്യേകത. 8ൻ്റെ ഒരു പ്രത്യേകത അതാണ്. അവസാനമാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഭാഗ്യാനുഭവങ്ങൾ വരുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ തിരുവോണ ദിവസം 26/8/2026 പൊതുവെ എല്ലാവർക്കും ഉച്ചവരെയുമ്പടി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ളതൊക്കെ സംഭവിക്കാനുള്ള ഇടയുണ്ട്. അതിനുശേഷം സൗഭാഗ്യങ്ങൾ ഒരുമിച്ച് വരികയും ചെയ്യും. എന്തായാലും നമ്മുടെ വിഷയം ഇതാണ്. ഈ ദിവസം ഓണനാളുകളിൽ ഇപ്പോൾ ടൈം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഉത്രാടത്തിന് രാവിലെ വെളുപ്പിന് 3:06 AM മുതൽ അവിട്ടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 1:35 PM വരെ ഉള്ള ആ സമയത്ത് 8 രാശിക്കാർക്ക് നേട്ടമാണ്. 2 രാശിക്കാർക്ക് ഇച്ചിരി ദോഷാധിക്യമുണ്ട്. പിന്നെ 2 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടും ഫലം വരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. 8 രാശിക്കാരാരൊക്കെയാണ്? അതായത് ഓണത്തിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഭാഗ്യം വരുന്ന രാശിക്കാർ. എന്തായാലും 8 രാശിക്കാർക്ക് നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. പൊതുവെ ഈ 8 രാശിക്കാർക്ക് ആകെ 12 രാശിയേ ഉള്ളൂ. അതിൽ 8 രാശിക്കാർക്കും നേട്ടം ഉണ്ടാകുന്ന ദിവസം എന്നൊക്കെ പറയുമ്പോൾ വളരെ അപൂർവമാണ്. എന്തായാലും തിരുവോണ ദിവസം എന്തായാലും നമുക്ക് ഈ പറഞ്ഞ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം ഈ പറഞ്ഞ ബോണസും ക്ഷേമ പെൻഷനും ഒക്കെ കൃത്യമായിട്ടൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യമാണ്. എന്തായാലും എൻ്റെ പ്രതീക്ഷ ഇതാണ്. പൊതുവെ തിരുവോണ ദിവസം എല്ലാവർക്കും മലയാളികൾക്ക് മുഴുവൻ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. അപ്പോൾ അത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് 2026 ഓഗസ്റ്റ് 25-26 തീയതികളിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ദിനഫലം തീർച്ചയായിട്ടും വരും. അത് നാളെ മറ്റന്നാളോ അത് വരും. ഓക്കെ, ഇതിപ്പോൾ സ്പെഷ്യലായിട്ട് ഓണത്തിൻ്റെ ഈ എല്ലാവരും ആവേശത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ നമ്മൾ അത്യാവശ്യം ഇടങ്ങുകളിലിടിയാണ്. ഈ 8 രാശിക്കാർക്ക് അടിപൊളി ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐഡിയാണ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട്. എല്ലാവർക്കും വെളിച്ച ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. മിക്കവാറും എല്ലാ രാശിക്കാർക്കും അടിപൊളി ദിവസങ്ങളാണ്. ഓക്കെ, ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. അടിപൊളി ദിവസങ്ങളായിട്ടുള്ള രാശിക്കാരെ കാര്യം മാത്രമാണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ പിന്നെ മിഥുനം രാശി കഴിഞ്ഞിട്ട് കന്നി രാശിക്കാണ്. ഇടയ്ക്ക് 2 രാശിക്കാർക്ക് ഇച്ചിരി മോശമാണ്. പക്ഷേ അവർ വിഷമിക്കേണ്ട കാര്യമല്ല. അവർക്ക് ഈ പറഞ്ഞ ലഗ്നം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രാശിയിലാണെങ്കിൽ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ എനിക്ക് കർക്കിടകം ലഗ്നമാണ്. അപ്പോൾ കർക്കിടക രാശിയുടെ ഫലം കൂടെ എനിക്ക് വരും. ഓക്കെ, തുലാം രാശിയാണ്. തുലാം രാശിക്ക് നല്ലതാണ്. പക്ഷേ കർക്കിടകം ലഗ്നമായതുകൊണ്ട് എനിക്ക് മോശവും വരികയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ തുലാരാശിയാണെങ്കിലും കർക്കിടക ലഗ്നമാണ്. കർക്കിടക രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. ഗുണദോഷ സമ്മിശ്രമായിട്ട് വരും. അപ്പോൾ മിഥുനം കഴിഞ്ഞ് ഞാൻ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഓക്കെ, പിന്നെ തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖ ആദ്യ 3 പാദം. വൃശ്ചികം രാശി വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. പിന്നെ മകരം രാശി ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. പിന്നെ മീനം രാശി പൂരുട്ടാതി അവസാന 3 പാദം, ഉത്രട്ടാതി രേവതി. ഈ രാശികൾക്കാണ്, ഈ 8 രാശിക്കാർക്കാണ് ഉത്രാടം തിരുവോണം മുതൽ
അവിട്ടം ഉച്ചവരെ നല്ല ദിവസങ്ങളാണെന്ന് ഞാൻ പറയുന്നത്. പൊതുവേ മലയാളികൾക്ക് എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് പറയാൻ 8 രാശി പറഞ്ഞു, 4 രാശിക്കാർ വിഷമിക്കുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ 8 രാശിയിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിന ആശംസകൾ അഡ്വാൻസായിട്ട് നേരുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.